ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, സ്ലീഹാകാലം 2-ാം ഞായറിലാണ് നമ്മളായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ്. ത്രിത്വൈക ദൈവത്തിൽ 3 ആളുകളുണ്ടെന്നും ആ 3 ആളുകൾ ചേർന്നത് ഒരു ദൈവമാണെന്നുള്ള പ്രബോധനമാണ് പോപ്പ് ലിയോ 13-ാമന്റെ പ്രബോധനം. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന വിശ്വാസത്യം. ആ വിശ്വാസ സത്യത്തിന്റെ തിരുനാൾ ഇന്ന് സഭയിൽ ആഘോഷിക്കുമ്പോൾ വചനഭാഗത്ത് ഈശോ പറയുന്ന മനോഹരമായൊരു വാക്യം, യോഹന്നാൻ 16-ാം അധ്യായം 15-ാം വാക്യം, പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്, എനിക്കുള്ളവയിൽ നിന്ന് ആത്മാവ് അവയെ സ്വീകരിച്ച് പ്രഖ്യാപിക്കുന്നു. ത്രിത്വൈക ദൈവത്തിലെ 3 ആളുകളുടെ തുല്യ സ്ഥാനവും തുല്യ പങ്കാളിത്തവും പ്രത്യേകമായി ഈ വചനങ്ങളിലൂടെ നമ്മൾ വായിച്ചറിയുകയാണ്. പ്രിയ നിറഞ്ഞവരെ, ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ള വലിയ ഒരു സന്ദേശം, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹം, ഈ ത്രിത്വൈകമായ ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരിക്കണം മനുഷ്യൻ എന്നുള്ളതാണ്. എവിടെ കൂട്ടായ്മയുണ്ടോ, എവിടെ തുല്യ സ്ഥാനവും തുല്യ പങ്കാളിത്തവും ഉണ്ടോ, അവിടെ മനുഷ്യ ജീവിതം, മനുഷ്യൻ വസിക്കുന്ന സമൂഹ ജീവിതം, സഭാ സമൂഹ ജീവിതം അത് ഒരു ദൈവീകമായി രൂപാന്തരപ്പെടും. ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവീകനായി രൂപാന്തരപ്പെടാനുള്ള ഒരു ജീവിയാണ്. അങ്ങനെ ദൈവീകമായി അവൻ രൂപാന്തരപ്പെടണമെങ്കിൽ ത്രിത്വൈക ദൈവത്തിലുള്ള അതേ കൂട്ടായ്മ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സ്വന്തമാക്കണം. കുടുംബത്തിൽ ഈ കൂട്ടായ്മ സ്വന്തമാക്കണം. ആ കൂട്ടായ്മയിലേക്കാണ് ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ നാം ഏവരെയും ക്ഷണിക്കുന്നത്. ആ ക്ഷണത്തെ നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. നിറഞ്ഞവരെ, സങ്കീർത്തന പുസ്തകം 133-ാമത്തെ അധ്യായം സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നിടം എത്രയോ സ്വർഗീയമാണെന്ന് വിവരിക്കുന്ന വചനഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിൽ സഹോദരന്മാർ തമ്മിലുള്ള നമ്മുടെ ആ ബന്ധം, ആ ബന്ധത്തിൽ നമ്മൾ പാലിക്കുന്ന ആ സാഹോദര്യവും പാരസ്പര്യവും പരസ്പരമുള്ള പങ്കുവെക്കലും സ്നേഹവും എല്ലാം തന്നെ നമ്മെ ഒരു ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഉയർത്തുന്നു, ദൈവീക മനുഷ്യരായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. പ്രിയരെ, തൽമൂദിൽ മനോഹരമായ ഒരു കഥയുണ്ട്. ആ കഥ നമ്മൾ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. തൽമൂദിലെ കഥയില് ഒരു അപ്പന് 2 മക്കളാണ്. 2 മക്കൾക്കായും അപ്പൻ പിതൃസ്വത്ത് തുല്യമായി ഭാഗിച്ചു. മൂത്ത മകൻ വിവാഹിതനാണ്, 5 മക്കളുണ്ട്. 2-ാമത്തെ മകൻ അവിവാഹിതനാണ്. കൃഷി ഇറക്കാൻ, അപ്പന്റെ പിതൃസ്വത്തിൽ കൃഷി ഇറക്കാനായിട്ടുള്ള സമയമായപ്പോൾ മൂത്ത മകനും ഇങ്ങനെ ചിന്തിച്ചു, തൻ്റെ അനിയൻ അവൻ ഒറ്റത്തടിയാണ്, അവൻ ആരുമില്ല കൂട്ടിന്. ഞാൻ ഈ സ്വത്തിൽ വിളവിറക്കി എൻ്റെ ഈ ഒരു സ്വത്തിൽ കുറച്ച് ഞാൻ തീർച്ചയായിട്ടും അവനുമായി പങ്കുവെക്കണം. കാരണം ഞാൻ പണിയെടുക്കുന്നു, എൻ്റെ മക്കൾ പണിയെടുക്കുന്നു, അവൻ ഒറ്റത്തടിയായി ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവന് പിതൃസ്വത്ത് കിട്ടിയതിൽ എൻ്റെ കൂടിയും ഒരു ഷെയർ ഞാൻ അവന് കൊടുത്താൽ അവൻ എത്രയോ ഒരു നന്മയായിരിക്കുമെന്ന് ജ്യേഷ്ഠൻ ചിന്തിച്ചു. ഇതേപോലെ ചിന്ത അനിയന്റെ ഉള്ളിൽ വന്നു. അനിയൻ ചിന്തിച്ചു, ഞാൻ ഒറ്റത്തടിയനാണ്, എനിക്കുള്ളത് ഞാൻ പണിയെടുത്ത് എനിക്ക് സുഭിക്ഷമായി വസിക്കാൻ സാധിക്കും. ജ്യേഷ്ഠനാണെങ്കിൽ വിവാഹിതനാണ്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 5 മക്കളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പിതൃസ്വത്തിൽ കൃഷി ഇറക്കി അതിൽ നിന്ന് കുറച്ച് തീർച്ചയായിട്ടും എൻ്റെ ജ്യേഷ്ഠനുമായി പങ്കുവെക്കുമെന്ന് 2 പേരും ചിന്തിച്ചു. പിന്നെ അവർ 2 പേരും കൃഷി ഇറക്കി, നല്ല വിളവ്, 2 കൂട്ടർക്ക് നല്ല വിളവ് ലഭിച്ചു. വിളവൊക്കെ ലഭിച്ച് ആ വിളവിന്റെ ഒരു പങ്ക് അർദ്ധരാത്രി ജ്യേഷ്ഠൻ അനുജന്റെ ആ അറപ്പുരയിലേക്ക് നടക്കുകയാണ് ആ പങ്കും കൊണ്ട്. അതേസമയം അനുജനാണെങ്കിൽ തൻ്റെ വിളവിന്റെ അതിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ജ്യേഷ്ഠന്റെ അറപ്പുരയിലേക്ക് നടക്കുന്നു. ഈ 2 പേരും അർദ്ധരാത്രിയിലാണ് പരസ്പരം അറിയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ 2 പേരും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടാനിടയായി. കണ്ടുമുട്ടാനിടയായപ്പോൾ ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു,
അനിയ നീ എന്ത് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അനിയൻ തന്റെ കാര്യം പറഞ്ഞു. ജ്യേഷ്ഠ, അങ്ങ് വിവാഹിതനാണ്, 5 മക്കളുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് ഈ സമ്പാദിച്ചത് തീർച്ചയായിട്ടും അങ്ങയുടെ ആ ഉപജീവനത്തിന് തീർച്ചയായിട്ടും തികയാതെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൃഷി ഇറക്കിയതിൽ നിന്നും ഒരു ഭാഗം അങ്ങേക്ക് നൽകുവാനായിട്ട് ഞാൻ വരികയായിരുന്നു. അനിയൻ ചോദിച്ചു, ജ്യേഷ്ഠ അങ്ങ് എന്താണ് ഇവിടെ? അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അനിയ മോനെ, നീ തനിയെ താമസിക്കുന്നു, ഞാനാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും ഒക്കെ പണിയെടുക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ വിളവിന്റെ ഒരു ഭാഗം നിന്റെ അറപ്പുറയിൽ കൊണ്ട് നിക്ഷേപിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു, അതുകൊണ്ട് വന്നതാണ്. രണ്ടുപേർക്കും സന്തോഷമടക്കാനായില്ല. രണ്ടുപേരും ഉള്ളിൽ ആ സാഹോദര്യം എപ്രകാരം അവരെ സഹായിക്കാം, എപ്രകാരം അവരെ സ്നേഹിക്കാം എന്നുള്ള ചിന്ത ഉള്ളിൽ നിറച്ചുകൊണ്ട് തങ്ങളുടെ വിളവിന്റെ ഭാഗമെടുത്തുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടി രണ്ടുപേരും സന്തോഷത്താൽ ആലിംഗനം ചെയ്തു. പ്രിയം നിറഞ്ഞവരെ, തൽമൂദിൽ ഈ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവർ ആലിംഗനം ചെയ്ത ആ സ്ഥലത്ത് അവർ രണ്ടുപേരും മരിച്ചു വീണു. ആ മരിച്ചു വീണ സ്ഥലത്താണ് സോളമൻ രാജാവ് ജെറൂസലേം ദേവാലയം പണി കഴിപ്പിച്ചെന്നാണ് തൽമൂദ് ഗ്രന്ഥത്തിലെ ആ ഒരു സംഭവത്തിന്റെ അവസാനത്തിൽ കുറിച്ചു വെക്കുന്നത്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നിടം സ്വർഗീയമാണ്. ആ സഹോദരന്മാരുടെ സാന്നിധ്യവും സ്നേഹവും കൂട്ടായ്മയും അത് സ്വർഗീയമായ അവസ്ഥയിലേക്ക് മാറുന്നു. പ്രിയ നിറഞ്ഞവരെ, പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ത്രിത്വൈക ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ സാഹോദര്യവും പാരസ്പര്യവും തുല്യസ്ഥാനവും തുല്യ പങ്കാളിത്തമാണ്. കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക് തുല്യസ്ഥാനം, തുല്യ പങ്കാളിത്തം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പരസ്പരം ഒരു കൾച്ചർ ഓഫ് റെസ്പെക്ട്, ഓരോ ബഹുമാനത്തിന്റെ സംസ്കാരം ഉടലെടുക്കുന്നു. ആ ബഹുമാനം തീർച്ചയായിട്ടും പരസ്പരമുള്ള കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുവാനും സ്നേഹത്തിൽ അടിയുറക്കുവാനും സഹായിക്കുന്നതാണ്. പ്രിയ നിറഞ്ഞവരെ, ഈ തൃത്വത്തിന്റെ തിരുനാളിൽ ഈ തുല്യ സ്ഥാനവും തുല്യ പങ്കാളിത്തവും നമ്മുടെ കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ പാരസ്പര്യം സാഹോദര്യവും നമുക്ക് വളർത്താം. ഒരു റെസ്പെക്റ്റോ കൾച്ചർ ഓഫ് റെസ്പെക്ട്, ഒരു ബഹുമാനത്തിന്റെ സംസ്കാരം നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് പടുത്തുയർത്താം. അതുവഴി ഒരു സ്വർഗീയ മനുഷ്യനായി ത്രിത്വൈക ദൈവത്തെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു തീർത്ഥാടന യാത്രയാണ് ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ ജീവിതം. അപ്പൊ ആ സ്വർഗത്തെ ലക്ഷ്യമാക്കിയ നമ്മുടെ തീർത്ഥാടന യാത്ര സാഹോദര്യത്തിന്റെ കൂട്ടായ്മയിൽ നമുക്ക് സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ ത്രിത്വൈക ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.